തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ചെക്കന്റെ ഒരു ആദ്യം കണ്ടില്ലേ? എന്നിട്ടാ മനസ്സിൽ ആരും ഇല്ലെന്ന് എന്നോട് കള്ളം പറഞ്ഞത്. ദേ, അവർക്ക് സമ്മതമാണെന്നൊക്കെ ഞാൻ തിരക്കി അറിഞ്ഞോളാം. തൽക്കാലം എന്റെ മുൻ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത്രയും നാളും ഇത് മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഒരു വാക്ക് മിണ്ടിയോ എന്നോട്? എന്റെ ഈശ്വര, ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്താ ചില കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയൊക്കെ നിൽക്കുന്നത്? ഓ, അങ്കിളിനിപ്പോ ഞങ്ങളെല്ലാവരും കള്ളന്മാരുടെ ലിസ്റ്റിലാണല്ലോ. അതെയോ? പക്ഷെ ഞാൻ അറിയാതെ എപ്പോഴാ നിങ്ങളൊക്കെ ആ ലിസ്റ്റിൽ കയറി പറ്റിയത്? തമാശ വേണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. മുമ്പൊക്കെ ഞാൻ വന്നു എന്നറിഞ്ഞാ എന്നെ കാണാൻ ഓടി വരുമായിരുന്നല്ലോ. ഇന്ന് ഇത്ര നേരമായിട്ടും എന്നെ ഒന്ന് മൈൻഡ് ചെയ്തു പോലുമില്ല. ഓ, അതാണോ കാര്യം? എന്നാ കേട്ടോ, നീ വന്നു എന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ അന്വേഷിച്ചതാ. പുറത്തെവിടെയോ ചുറ്റാൻ പോയെന്ന് ചേച്ചി പറഞ്ഞു. വരുമ്പോ കാണാവല്ലോ എന്ന് ഞാൻ കരുതി. അല്ല, പെട്ടെന്നിങ്ങനെ ചാടി പുറപ്പെട്ടു വരാൻ എന്താ കാരണം? കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇക്കുറി മെമ്മോയാണോ അതോ സസ്പെൻഷനോ? രണ്ടുമല്ല. നാണക്കേട് കാരണം തല ഉയർത്തി നടക്കാൻ വയ്യ, അതുകൊണ്ടാ ഇങ്ങി പോന്നത്. നിന്നെപ്പോലൊരു പെൺകുട്ടി നാണക്കേട് കൊണ്ട് ഓടിപ്പോരാൻ മാത്രം അവിടെ എന്താ സംഭവിച്ചത്? സംഭവിച്ചത് അവിടെയല്ല, ഇവിടെ. ഏട്ടൻ കൊലക്കേസിൽ പ്രതിയാണെന്നറിഞ്ഞ ആർക്കാ അതിന്റെ നാണക്കേട്? MRCയുടെ അനന്തരവളാണെന്ന് പറഞ്ഞ് ഗമയിൽ നടന്ന എന്നെ ഇപ്പൊ പിള്ളേര് കളിയാക്കുന്നത് കൊലപ്പുള്ളിയുടെ പെങ്ങളാണെന്ന് പറഞ്ഞ മടുത്തു. ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. ഏട്ടൻ കുറ്റം ചെയ്തതിന്
അനിയത്തി എന്തിനാ പടത്ത് ഉപേക്ഷിക്കുന്നത്? തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും. അതിന്റെ പേരിൽ നീ നിന്റെ ഫ്യൂച്ചർ കളയണോ? ഏട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാ അങ്കിളിന് അവന് സേവിയായിരുന്നല്ലോ. പരിചയമുള്ള എത്രയോ മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ. ഓഹോ, അപ്പോ നിന്റെ വരവിന്റെ പിന്നിലെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ? ഏട്ടന് വേണ്ടി ശുപാർശ. എന്നാൽ എന്റെ മോൾക്ക് തെറ്റി. അവനെ പ്രസവിച്ചു അവന്റെ അമ്മ പറഞ്ഞിട്ട് കൂടി കേൾക്കാൻ ഞാൻ കൂട്ടാക്കില്ല. കാരണം എന്താണെന്നറിയോ നിനക്ക്? മോള് നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട്. ഗൗരി കൊന്നത് അവന്റെ ഭാര്യയെ മാത്രമല്ല, ജനിക്കാനിരുന്ന അവന്റെ കുഞ്ഞിനെ കൂടിയാ. നിരപരാധികളായ രണ്ടുപേരുടെ ജീവനൊടുക്കി അവനെ രക്ഷിക്കാൻ ഏത് മന്ത്രിയാ ഞാൻ വിളിക്കേണ്ടത്? കഴിയില്ല. അത്രയ്ക്ക് തരംതാഴാൻ എനിക്കാവില്ല. കൊല ചെയ്യപ്പെട്ട നന്ദിനിക്ക് നിന്റെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നാളെ നിനക്കും ഈ ഗതി വന്നാൽ അതേപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ നീ? പണവും സ്വാധീനവും കൂട്ടിനുണ്ടെന്ന് കരുതി ലോകം വിലയ്ക്ക് വാങ്ങാമെന്ന് ഇരുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. അതുകൊണ്ട് നീ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ നിൽക്കണ്ട. നിന്നിട്ട് പ്രയോജനമില്ല. ഇതിങ്ങനെ വളച്ചു കെട്ടി എന്നോട് അവതരിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ചേച്ചി? എന്നോട് കുഞ്ഞലക്ഷ്മിക്ക് നേരിട്ട് പറഞ്ഞൂടെ? നിനക്ക് ഇഷ്ടക്കുറവ് വല്ലതും ഉണ്ടാവോന്ന് പേടിച്ചിട്ടാ അവൾ എന്നെ കൊണ്ട് ചോദിപ്പിച്ചത്. ഇഷ്ടക്കുറവോ? എന്തിന്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. വേണിക്ക് എന്തുകൊണ്ടും ചേർന്നയാളാ ഹരി. അല്ല കുഞ്ഞലക്ഷ്മി, ഹരിയോട് സംസാരിച്ചോ കാര്യം? ഇനി അയാൾക്ക് താല്പര്യക്കുറവല്ലോ? അവൻ ഒരു താല്പര്യക്കുറവും ഇല്ല മാഷേ. അവന് വേണിയ വലിയ കാര്യ. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു ആലോചനയായിട്ട് ഞാൻ വന്നത്. ഇനിയിപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് നമുക്കതങ്ങ് നടത്താം. അല്ല, വേണിയുടെ അഭിപ്രായം കൂടെ ചോദിക്കണ്ടേ? എന്തിന്? അവക്ക് സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല. എന്നാലും ചേച്ചി മോളോടൊന്ന് സൂചിപ്പിക്കേ. പരിഭ്രമിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ ഇഷ്ടം അവൾക്കും. എന്നാ ഞാൻ ഏട്ടനോട് ഒന്നിവിടം വരെ വരാൻ പറയാം. ചടങ്ങിന് ഒരു പെണ്ണുകാണല് പോലെ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ തമ്മില് ഇത്രയൊക്കെ അടുപ്പമുള്ള സ്ഥിതിക്ക് പോരാത്തിന് പെണ്ണിനും ചെറുക്കനും തമ്മിൽ പരിചയമുണ്ട്. എന്നാലും അതല്ലല്ലോ മാഷേ. കാരണവരായിട്ടൊരാളുള്ളപ്പോ നമ്മൾ തന്നിഷ്ടം കാണിച്ചെന്ന് പറയരുത്. ശരി, ഒക്കെ കുഞ്ഞലക്ഷ്മിയുടെ ഇഷ്ടം അല്ലേ ജി? സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. നീ വെറുതെ തമാശ പറയില്ല ഇന്ദു. അങ്ങനെയൊന്നും ഹരിമാഷിനമ്മ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ, ഞാൻ എന്തിനാ തമാശ പറയുന്നത്? വിശ്വാസം ഇല്ലെങ്കിൽ ചേച്ചി പോയി അമ്മയോട് ചോദിക്കേ. അയ്യേ, ഞാനെന്തിനാ ഈ കാര്യം അമ്മായിയോട് ചോദിക്കുന്നത്? അഥവാ നീ കള്ളം പറഞ്ഞതാണെങ്കിൽ ഞാൻ പെട്ടുപോവില്ലേ? എന്നാ ഞാൻ കള്ളം പറഞ്ഞാണെന്നും പറഞ്ഞിരുന്നോ? ഹരിമാഷ് അമ്മാവിനെയും കൂട്ടി അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ എത്തുമ്പോ ചേച്ചി വിശ്വസിച്ചാ മതി. നേരാണോ എന്തു? ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ നീ പറഞ്ഞതാ? പിന്നല്ലാതെ. ഇത്ര സംശയം തോന്നാൻ ചേച്ചിക്ക് എന്താ? ഈ ബന്ധം ഇഷ്ടല്ലാന്നുണ്ടോ? എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലാത്തെ? ഹരിമാഷ ചേച്ചിക്ക് ഇഷ്ടല്ലേന്ന്? അത് പിന്നെ അങ്ങനെ ചോദിച്ചാ ഉം. ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നാലും ഞാനും മാഷും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധം എന്ന് പറയുമ്പോ അതിലെന്താ കുഴപ്പം? ഈ ആലോചന വരുന്നതിന് മുമ്പേ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എന്ത്? നിങ്ങൾ തമ്മില് നല്ല ചേർച്ചയാണെന്ന്. എനിക്കറിയാം ചേച്ചിക്ക് മാഷിനെ വലിയ ഇഷ്ടാന്ന്.
എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി നിക്കുന്ന കണ്ടില്ലേ? സത്യം പറ, ചേച്ചി പറഞ്ഞിട്ടല്ലേ ഈ ആലോചനയുമായി മാഷ് അമ്മയെ പറഞ്ഞു വിട്ടത്? ദേ ഇന്ദു, നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. നീ പറഞ്ഞപ്പോഴേ ഞാൻ ഈ കാര്യം അറിയുന്ന തന്നെ. സമ്മതിച്ചു. ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. ഇനി വേഗം കല്യാണത്തിന് റെഡി ആയിക്കോ. കൊത്തിക്കൊണ്ടുപോവാൻ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്കും മാഷിനും ധൃതിയാണെന്നാ കേക്കണേ. ഛേ, അമ്മ എന്ത് പണിയാ കാണിച്ചത്? എന്നോടൊരു വാക്ക് ചോദിക്കാതെ അവിടെ ചെന്ന് പെണ്ണന്വേഷിക്കാൻ അമ്മയോട് ആരാ പറഞ്ഞത്? പിന്നെ നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്റെ മരുമകളായിട്ട് വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ആൾക്കാരെ കണ്ട് സംസാരിച്ചതിന് നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നത്? ഓ, ഇപ്പൊ അങ്ങനായോ കാര്യങ്ങള്? മരുമകളായിട്ട് ഒരുത്തി ഇവിടെ കേറി വരണമെങ്കിലേ ഈ മോൻ വിചാരിക്കണം. അതോ ഞാനറിയാതെ കുഞ്ഞുലക്ഷ്മിക്ക് വേറെ മക്കളാരെങ്കിലും ഉണ്ടോ? പോടാ അവിടുന്ന്. തെമ്മാടിത്തരം പറഞ്ഞാലുണ്ടല്ലോ നല്ല തല്ലു വെച്ചിരും ഞാൻ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്റെ കുഞ്ഞുലക്ഷ്മി അമ്മേ. ആ അതുപോട്ടെ, അമ്മ ഈ കാര്യം അറിയിച്ചപ്പോ അവരൊക്കെ എന്ത് പറഞ്ഞു? കണ്ടോ കണ്ടോ, അതറിയാഞ്ഞിട്ട് ചെക്കന്റെ ഒരു എരിവരി സഞ്ചാരം കണ്ടില്ലേ? എന്നിട്ട് പോയി ചോദിച്ചതിന് കുറ്റം മുഴുവൻ എനിക്കും. അവരെന്താ പറഞ്ഞെന്ന് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? വേണമെങ്കിൽ പോയി അന്വേഷിക്കേ. സസ്പെൻസ് ഇല്ലാതെ കാര്യം പറയേണ്ട കുഞ്ഞുലക്ഷ്മി അമ്മേ. അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടോ? പിന്നില്ലാതെ. ഇതെന്താ ഇതുവരെ പറയാതെ മനസ്സിൽ കൊണ്ട് നടന്നെന്നാ മാഷ എന്നോട് ചോദിച്ചത്. അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അവർക്കൊക്കെ സന്തോഷമേ ഉള്ളൂ മോനെ. എന്താ അറിഞ്ഞപ്പോ സമാധാനായില്ലേ നിനക്ക്? അവര് സമ്മതിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ അമ്മേ. വേണിയുടെ അഭിപ്രായം കൂടി അറിയാതെ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? ഇനിയിപ്പോ അതറിയാഞ്ഞിട്ടാണോ ടെൻഷൻ? എന്നാ എന്റെ മോൻ പേടിക്കണ്ട. അവക്ക് ഈ ബന്ധത്തിന് 100 വട്ടം സമ്മതമായിരിക്കും, ഉറപ്പാ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാടാ. ഈ വീട്ടിൽ എന്റെ മരുമോളായിട്ട് വരാൻ അവൾക്കല്ലേ ഞാൻ അനുവാദം കൊടുക്കൂ. അവൾ അതനുസരിക്കുകയും ചെയ്യും. നീ കണ്ടോ. ഗുഡ് മോർണിംഗ് മോളെ. വന്നൂന്ന് മോഹനേന്ദ്രൻ സാർ പറഞ്ഞു. എന്താ ഈ വഴിക്കൊക്കെ? വരേണ്ട കാര്യമുണ്ടെങ്കിൽ വന്നല്ലേ പറ്റൂ. ഇവിടെ ഒരു കെട്ടിലമ്മയെ കുടിയിരുത്തിയിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ഒന്നും പറയണ്ട എന്റെ മോളെ.
അവൾ ഇവിടെ കാലുകുത്തി അന്ന് മുതൽ പ്രശ്നങ്ങളാ. മോനേന്ദ്രൻ സാറിനെ പുകച്ച് പുറത്ത് ചടിക്കാൻ അവൾ സകല പണിയും പയറ്റുന്നുണ്ട്. പിന്നെ ആ മാമ്പള്ളിയും ഉണ്ട് അവൾക്ക് സപ്പോർട്ടിന്. എല്ലാം ഞാൻ അറിഞ്ഞു മാർഗ്രറ്റ്. അവളെ ഒന്ന് വിശദമായി പരിചയപ്പെടാനാ ഞാൻ വന്നത്. എന്താ ശ്വേതക്കുട്ടി പതിവില്ലാതെ ഇങ്ങോട്ടൊരു വിസിറ്റ്? എന്താ എനിക്കിങ്ങോട്ട് വന്നൂടെ? ഇത് നല്ല ചോദ്യം. വന്നൂടാന്ന് ഞാൻ പറഞ്ഞോ? വെറുതെ ഒരു കുശലം ചോദിച്ചെന്നേ ഉള്ളു കുട്ടി. ആ ഇനിയിപ്പോ അങ്കിളിനെ കാണാനാണ് വന്നെങ്കിൽ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. വരാൻ ഇച്ചിരി കഴിയും. അങ്കിളിനെ കാണാൻ മാത്രമേ എനിക്കിവിടെ വരാവൂന്ന് പ്രത്യേകിച്ച് നിബന്ധനയൊന്നും ഇല്ലല്ലോ. അതോ പുതിയ മേലധികാരി അങ്ങനെ വല്ല ഇൻഡാസും ഇറക്കിയിട്ടുണ്ടോ? മോള് നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. ഏയ്, എന്റെ മൂഡൌട്ടും ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. എവിടെ അവൾ? എനിക്കൊന്ന് കാണണം. ഇവിടത്തെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ഒരുത്തെ കുടിയിരുത്തിയിട്ടുണ്ടല്ലോ. പുതിയ ഭരണക്കാരിയെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. വിരോധമൊന്നും ഇല്ലല്ലോ. ഏതാ ക്യാബിൻ? ലെഫ്റ്റ് റോയിൽ സെക്കൻഡ് വൺ. യെസ്. ഇരിക്കൂ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഐ ആം ശ്വേത നായർ. ഇതിന്റെ MD MRC എന്റെ അങ്കിളാണ്. ഓ, മോഹനചന്ദ്ര സാറിന്റെ സിസ്റ്റർ അല്ലേ? ഞാൻ കൃഷ്ണവേണി. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതാ ഒന്ന് പരിചയപ്പെടാൻ ഇറങ്ങിയത്. നേരിട്ട് കണ്ടപ്പോഴല്ലേ ആളെ ശരിക്കും മനസ്സിലായത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഒരുപാട് മേളിലാണ് മേഡം. ഇത്രയ്ക്ക് സ്മാർട്ടായ ഒരാളെ കിട്ടിയ ഏത് MRC ഒന്ന് ആടിപ്പോവും.